ഓണം കൊണ്ട് നടക്കും. ഇനി ഓച്ചറ വരെ ഒന്ന് പോയിട്ട് വരാം. മീനൊക്കെ ഒടുക്കത്ത വില. ഹായ്, മീൻ മേടിക്കാൻ പോവുക. നമ്മൾ വള്ളിക്കാവിലാണ് മീൻ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചന്തയുടെ സമയം കഴിഞ്ഞോന്ന് അറിയത്തില്ല. സാധാരണ അച്ചായ പോകുന്നത്. അച്ചായ ഇപ്പോൾ ഇവിടെ ഇല്ല, തിരുവനന്തപുരത്ത് വരെ പോയേക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയി മേടിച്ചോണ്ട് വരാം. മീൻ മേടിക്കാൻ പോകാൻ ഇറങ്ങാനായിട്ട് മാസ്ക് ഒക്കെ എടുത്ത് വെച്ച്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ മാസ്ക് വെക്കുന്നത്. എനിക്ക് പൊടി ഭയങ്കര അലർജിയാണ്. ആസ്മയുടെ പ്രശ്നമുള്ളതുകൊണ്ട് മാസ്ക് വെക്കാതെ പുറത്തിറങ്ങാനേ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എപ്പോഴും മാസ്കിലാണ് പുറത്ത് പോകുന്നത്. വണ്ടിയില്ല. വണ്ടി അച്ഛാ തിരുവനന്തപുരത്ത് പോകാനായിട്ട് ട്രെയിനിന് പോയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കൊണ്ടുവച്ചിട്ടാണ് പോയേക്കുന്നത്. ആക്റ്റീവ എടുത്തോണ്ടാണ് പോയത്. അപ്പോൾ എനിക്ക് വണ്ടിയില്ല. അപ്പോൾ ചിപ്പി വണ്ടി ഇങ്ങോട്ട് കൊണ്ട് തരാമെന്ന് പറയും. അപ്പം ഞാൻ ചിപ്പിയുടെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് അവളെ അവരുടെ വീട്ടിലോട്ട് വിട്ടിട്ട് അതുവഴി ചിപ്പിയുടെ വണ്ടിയിൽ പോയി മീൻ മേടിക്കാമെന്ന് വിചാരിച്ച്. മീൻ മേടിക്കാനായിട്ടുള്ള സഞ്ചി എടുക്കാൻ വേണ്ടി ഞാൻ നോണ്ട പടിഞ്ഞാറേപ്പുറത്തോട്ട് ചെന്നപ്പോൾ അമ്മച്ചി രാവിലെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുക. മീൻ വന്നിട്ടല്ലേ ബാക്കി ജോലിയുള്ളെന്നും പറഞ്ഞ് അരിയൊക്കെ അടുപ്പത്തിട്ട് ഇപ്പോൾ ഫോണിൽ കളിയാണ്. നേരത്തെ ഞാൻ ഫോണിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ വഴക്ക് പറഞ്ഞ ആളാണ് ഇപ്പം ഫോണിൽ തോണ്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത്. ചിപ്പി അപ്പോഴത്തേക്ക് കണ്ട വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. വന്ന പാടെ പോകാനായിട്ട് ഹെൽമെറ്റ് പോലും ഊരാതെ അവിടെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ വീഡിയോ ഒന്നും എടുത്തേക്കല്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേക്ക് ഞാൻ എടുക്കും. ഇവരെല്ലാവരും ഞാൻ എന്താ വീഡിയോ ഒക്കെ ഇടയ്ക്ക് ഇട്ടൂടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇവർ പറയും അയ്യോ എന്നെ എടുക്കല്ലേ. എന്തൊരു വെയിലാ, ഭയങ്കര വെയിൽ. ചിപ്പി ഞാൻ വേണ്ട വള്ളിക്കാവിലോട്ട് പോകാൻ ഇറങ്ങിയപ്പം തന്നെ അതിലെ മീൻകാരൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചന്തയിലോട്ട് പോകാൻ ഇറങ്ങിയത് കൊണ്ട് അങ്ങോട്ട് തന്നെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അമ്മച്ചി തൊണ്ട പടിഞ്ഞാറേപ്പുറത്തിരുന്ന് ഫോണിൽ തോണ്ടി ഹാളി വന്ന് നിൽക്കുന്നുണ്ട്. എന്നാലും കണ്ണ് ഫോണിൽ തന്നെ. ഞാൻ വെളിയിറങ്ങി എന്നിട്ട് ചിപ്പിയെ വിളിച്ചത്. കാരണം ചന്തയുടെ സമയം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അവളാണ് അവരുടെ വീട്ടിൽ കൊതുക് ശല്യം കൂടുതലാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് കൊതുവിനെ അടിക്കുന്ന ബാറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങിയത്. ഇനി ഇവളെ അവരുടെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് വള്ളിക്കാവിലോട്ട് പോകാനായിട്ട്. അങ്ങനെ ചിപ്പി അവരുടെ വീട്ടിലൊക്കെ കൊണ്ടുവിട്ടിട്ട് ഞാൻ എൻ്റെ വള്ളിക്കാവ് ചന്തയിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ രണ്ടാമത്തെ വട്ടമാണ് വരുന്നത് കേട്ടോ. ഇതിന് മുന്നേ എങ്ങും വന്നിട്ടില്ല. ഒരു പ്രാവശ്യം എന്തോ അമ്മച്ചായിട്ട് വന്നിട്ടുണ്ട്. അച്ചായ ഉള്ളതുകൊണ്ട് അങ്ങനെ മീൻ മേടിക്കാറൊന്നും ഇറങ്ങാറില്ല. അച്ചായ പോയി മേടിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം രണ്ടാമത്തെ വട്ടം ഞാനിപ്പം വരുന്നത് കേട്ടോ. അവിടെ കൂരി, മങ്കട, ചൂട, ചെങ്കലവ അങ്ങനെ ഒത്തിരി മീനൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു ചൂരയൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്യുന്നത് കണ്ട്. പക്ഷെ മേടിച്ചില്ല. ഞാൻ പിന്നെ എന്തായിരിക്കും മേടിച്ചത്? എല്ലാ മീനും ഒടുക്കത്തെ വിലയായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് കണ്ണനയിലേയും കൊഞ്ചും മേടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോൾ ആണെങ്കിൽ താണ്ടടാ അവിടെ പഴുത്ത മാങ്ങ എന്ന് കച്ചവടം ചെയ്യുന്നത്. ജാനിക്കാണെങ്കിൽ പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടം. അപ്പോൾ വീട്ടിലത് തീർന്നു ഇരിക്കുകയാണ്. അന്നേരം ഞാൻ വിചാരിച്ചു അത് മേടിക്കാം. 100 രൂപയ്ക്ക് മാങ്ങായും മേടിച്ച് മീനും ഒക്കെ ആയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇപ്പം പിന്നെ സ്വർണത്തിന് വില കൂടുന്നത് പോലെ തന്നെ മീനും വില കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. 100 രൂപ കുറഞ്ഞ് പിന്നെ എങ്ങും മീൻ കിട്ടത്തില്ല. 1/2 കിലോ മീൻ തന്നെ 100-150 രൂപയ്ക്ക് ഇപ്പം എങ്ങും കുറയാതെ കൊടുക്കണം. വീട്ടിൽ കൊണ്ടുവന്ന് അമ്മച്ചിയുടെ കൊടുത്തപ്പോൾ അമ്മച്ചിക്കൊരു പുച്ഛമായിരുന്നു. ഇത് മേടിക്കാനാണോ ഇവൾ ഉരുത്തിക്കെട്ടി ചന്തയിൽ പോയെന്നായിരിക്കും അമ്മച്ചി ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാര്യം വേറൊന്നുമല്ല. ഞാൻ കണ്ണനയിലെ കൊഞ്ച് മേടിച്ചോളൂ. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അഥവാ ഞാനിത് മേടിച്ചുകൊണ്ടൊന്ന് കൊള്ളത്തില്ലെങ്കിൽ അച്ഛ പോയിച്ചൊന്ന് ഇത് കൂട്ടുമ്പോൾ പറയാം എന്തോത്തിന് ഇത് വെറുതെ പോയി മേടിച്ച പൈസ കളഞ്ഞാൽ ഞാൻ പോയി മേടിക്കത്തില്ലായിരുന്നോ, ഇത് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞാലോ. അപ്പോൾ കൂടുതൽ മേടിച്ച് വെറുതെ കളയണ്ടാലോ എന്ന് വിചാരിച്ചാൽ ഞാൻ കണ്ണനയിലെ കൊഞ്ച് മാത്രം മേടിച്ചത്. പിന്നാണ് ഒടുക്കത്തെ വില. പിന്നെ പഴുത്ത മാങ്ങ ചിലപ്പം കൊള്ളായിരിക്കും. ചന്ത വരെ പോയിച്ച് വന്നപ്പോഴത്തേക്ക് വിയർത്ത് കുളിച്ചു. മീനൊക്കെ ഒടുക്കത്ത വില. കിലോ 300-340 ഒക്കെ. അയ്യോ, കണ്ണനയിൽ 1/2 കിലോ 100-നും മേടിച്ച്. പിന്നെ കൊഞ്ച് 150 രൂപ. അയ്യോ, ഒന്നും പറയണ്ട. എന്തായാലും കായലിലെ കൊഞ്ച് 150 രൂപയ്ക്ക് ലാഭമാണെന്നാണ് കേന്ദ്രത്തിൻ്റെ മറുപടി തന്നത്. കണ്ണനയില കണ്ടിട്ട് ആ കുഴപ്പമില്ലാന്നും പറഞ്ഞു. ഇത് 100 രൂപയുടെ മീനായിരുന്നു കേട്ടോ. രാവിലെ കണ്ടോ കയ്യിൽ എന്തൊക്കെയോ കടിച്ചിട്ടുണ്ട്. എന്തോ ആണെന്ന് അറിയത്തില്ല. എതിലേ പോയാലും എൻ്റെ പെടലിക്ക. അമ്മച്ചി മീൻ വെട്ടാനിരുന്നത്. അമ്മച്ചി ഫോണും കൊണ്ട് നടക്കുക. അമ്മച്ചി ഇപ്പം മേർക്കോ ഷടാ ഒന്നും മീൻ വെട്ടാനിരിക്കാനും പറ്റത്തില്ല. ഇവളെപ്പോഴും ഈ ഫോണും കൊണ്ട് നടക്കുകയാണോ എന്ന്. ചന്തയിൽ പോയതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഫാനൊക്കെ ഇട്ടൊന്ന് കാറ്റ് കൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അമ്മച്ചി താണ്ടടാ കൊഞ്ച് പകുതി പൊളിച്ചു കഴിഞ്ഞ്. മീൻ വെട്ടാൻ എടുത്തില്ല. ഇത് കഴിഞ്ഞിട്ട് മീൻ വെട്ടാന്ന്. കൊഞ്ച് ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. ഫ്രിഡ്ജ് വെച്ചേക്കാനാ നാളത്തേക്ക്. ഇനി ഓച്ചറ വരെ ഒന്ന് പോയിട്ട് വരാം. 1-2 കാര്യങ്ങളുണ്ട്. ഞാൻ പിന്നെ ആ പുറമെ ഞാൻ ഓച്ചറയിലോട്ട് വന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി 1-2 സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അന്നേരം പിന്നെ എന്തുവായാലും ചന്തയിൽ പോകാനൊക്കെ ഒരുങ്ങി ഇറങ്ങിയതല്ലേ.
വീട്ടിൽ ചെന്ന് മീനൊക്കെ കൊടുത്തിട്ട് ഇതും കൂടെ നടത്തിയിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അല്ലെ പിന്നെ ഒരു ദിവസം പിന്നെ ഒരുങ്ങിക്കെട്ടി ഇറങ്ങണ്ടേ, എന്തുമായാലും വെയിൽ കൊള്ളണം. പിന്നെ അതുവഴി ബാങ്കിലൊന്ന് കയറണമായിരുന്നു, ബാങ്കിലും കയറിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് തന്നെ ചൂട് കൊണ്ട് പൊളഞ്ഞ് എൻ്റെ ഭഗവാനെ. പിന്നെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഈ ചൂടത്ത് ആരായാലും ഒരു വെള്ളം കുടിക്കാതെ വീട്ടിൽ പോകത്തില്ലല്ലോ. അപ്പോൾ സ്ഥിരം നാരങ്ങ വെള്ളം കുടിക്കുന്നൊരു കടയുണ്ട്, അപ്പോൾ അവിടെ കയറി മധുരം കുറച്ചൊരു നാരങ്ങാ വെള്ളവും മേടിച്ച് കുടിച്ച് വീട്ടിലോട്ട് ചെന്നപ്പോൾ അമ്മച്ചി നമ്മുടെ കണ്ണനയിലെ മാങ്ങയൊക്കെ ഇട്ട് തേങ്ങാക്കറി വെച്ചിരിക്കുന്നു. കൊഞ്ച് പറഞ്ഞതുപോലെ തന്നെ എടുത്തിട്ടില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക നാളത്തേക്ക്. ഇനി ഈ മാങ്ങ ഇട്ട് മീൻകറിയും കൂട്ടി ഒന്ന് ഉണ്ണണം, പിന്നെ പോയ ക്ഷീണം എല്ലാം തീർക്കാൻ ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇതുപോലുള്ള വീഡിയോ ഇട്ട് ഞാൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നു. അപ്പം വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.